കൊറിയൻ എങ്ങനെ പഠിക്കാമെന്ന്, അതായത് എളുപ്പത്തിൽ കുറച്ചായിട്ട് എങ്ങനെയാണ് കൊറിയൻ പഠിക്കുക. അതുപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചു, ഓക്കെ എനിക്ക് താല്പര്യമുണ്ട്. കുറച്ച് പേര് ഡൗട്ടായിട്ട് ചോദിച്ചു, ഇത് പഠിക്കാൻ പറ്റുമോ, ഇത് ടഫല്ലേ, ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് പഠിച്ചാൽ ശരിയാവുമോ, ഞങ്ങളുടെ ലാംഗ്വേജ് പോലും അല്ലല്ലോ എന്ന രീതിയിൽ. അപ്പം ഞാൻ അവരോടത്ത് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്തായാലും ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും ഇല്ലേ. നമുക്കൊരു സാധനം നമുക്ക് വേണമെങ്കിൽ നമ്മളത് മത്സരിച്ച് നമ്മൾ പഠിക്കും. അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ അമേരിക്കയിലൊന്നും അല്ല ഇരിക്കണം, പക്ഷെ നമ്മൾ ഈ ഇന്ത്യക്കാർ കേരളക്കാർ പഠിക്കണില്ല ഇംഗ്ലീഷ്. അതേപോലെ നമുക്ക് കൊറിയൻ വേണമെങ്കിൽ പഠിക്കാം. നമുക്ക് ഇപ്പോൾ യൂസ് അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് യൂസ് വരും. അപ്പം നല്ലതാണ്. പിന്നെ നമുക്ക് അവിടെ പോകണവർ മാത്രമല്ല കൊറിയൻ പഠിക്കാം. നമുക്ക് BTSന് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കൊറിയൻ പഠിക്കുന്നു. ആവശ്യമുള്ളവർ മാത്രം, ഞാൻ ഫോഴ്സ് ചെയ്യണില്ല, കാണുക കേൾക്കുന്നൊന്നും പറയണില്ല. കൊറിയൻ പഠിക്കാൻ ടഫാണെന്ന് തോന്നിയിട്ടാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, ഉണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈസിയായി എടുത്താൽ എല്ലാം ഈസിയാണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടണോ ഷോർട്ടായിട്ട് ഇടണോ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ലോങ് ആവും, ചിലപ്പോൾ ഷോർട്ടാവും. എങ്ങനെ ഇട്ടാലും നിങ്ങൾ കാണുന്ന പോലെയാണല്ലോ. ഇപ്പം ഞാൻ വെറുതെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമല്ലോ, എല്ലാവരും ഇഷ്ടത്തിന് കാണണമല്ലോ, അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ഇടുമ്പോൾ മിക്കവരും കാണാറില്ല, ഷോർട്സ് ഇടുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ മെയിൻ റീസൺ ഇടാൻ കാരണം ലാംഗ്വേജ്, അതായത് ഡിഫറെൻറ്റ് ലാംഗ്വേജ് സബ് കൊടുക്കണ കാരണം കുറേ പേര് ഇവിടത്തൊന്നുമല്ല കാണണം, മലേഷ്യ അവിടെ ഇവിടെ നിന്നൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ല, കന്നഡ അറിയണമെന്നില്ല, ചിലരുണ്ട് എന്നല്ല പറയണം. പക്ഷെ എന്നാലും നമ്മൾക്ക് ഈ ലാംഗ്വേജ് കൊടുക്കുക എന്നാണ്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയാം. പിന്നെ എപ്പോഴൊന്നും അറിയില്ല.